കഥ തുടരുന്നു. തിരക്കേറിയ MC റോഡിലൂടെ കാറുകൾ നീങ്ങി. ഏറ്റവും പിന്നിൽ ദത്തനും ചന്ദ്രികയും കയറിയ ബൈക്കും. ഗരുഡാഗിരി പേരുകേട്ട കള്ളുഷാപ്പും പിന്നിട്ട് ചക്കുള റോഡിലൂടെ അല്പദൂരം കൂടി വാഹനങ്ങൾ മുന്നോട്ട് പോയി. പാലം ഇറങ്ങി ഒരു 50 മീറ്റർ. പാടം മണ്ണിട്ട് നികത്തിയുണ്ടാക്കിയ പറമ്പിൽ ഒരു ഇരുനില കെട്ടിടം. അതിനു മുന്നിൽ ചെറിയ പന്തൽ. 10-20 വർഷങ്ങൾ പഴക്കമുള്ള വീടാണെന്ന് തോന്നും. ഗേറ്റിന് മുന്നിൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകത്തക്ക വിധത്തിൽ കാറുകൾ ഇടത്തേക്ക് ചേർത്തിട്ടു. പ്രായമുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് അതിഥികളെ സ്വീകരിച്ചു. ഞാൻ ശ്രീജിത്തിൻ്റെ ഒരേയൊരു അമ്മാവനാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. 15 പേരിൽ അധികം ഉണ്ടായിരുന്നില്ല അവിടെ. പുരുഷന്മാരെല്ലാം പന്തലിന് താഴെ നിരത്തിയിരുന്ന കസേരകളിലിരുന്നു. സ്ത്രീകൾ വീടിനുള്ളിലേക്ക് പോയി. ഏതോ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അവർ ആഗതർക്ക് വെൽക്കം ഡ്രിങ്ക് നൽകി. കുടിച്ചപ്പോൾ നല്ല രസം. ബാലു ഒരു ഗ്ലാസ് കൂടി എടുത്തു. സമയം കടന്നുപോയി. അകത്തേക്ക് പോയവരെല്ലാം തിരികെ പന്തലിലെത്തി. വധുവിൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ ദത്തൻ ഏറ്റെടുത്തു. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അയാൾ ശ്രീജിത്തിൻ്റെ അമ്മാവനെ നോക്കി. അമ്മാവൻ തിരിഞ്ഞ് ശ്രീജിത്തിനെയും. അമ്മേ, അവൻ കുസുമത്തെ വിളിച്ചു. കുസുമം പേഴ്സിൽ നിന്ന് ഒരു കവർ എടുത്ത് അമ്മാവനെ ഏൽപ്പിച്ചു. കവറിൽ നിന്ന് അയാൾ ഒരു കടലാസ് എടുത്ത് നിവർത്തി. കാര്യങ്ങൾ പരസ്പരം അറിയാവുന്ന നിലയ്ക്ക് ഇനി വിവാഹത്തിനായി തീയതി മാത്രം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എവിടെ വച്ച് ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് വധുവിൻ്റെ വീട്ടുകാരാണല്ലോ. അതെ, അതൊക്കെ ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്, ദത്തൻ സമ്മതിച്ചു. അമ്മാവൻ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് ഓടിച്ചു വായിച്ചു. എന്നിട്ട് അറിയിച്ചു. ജ്യോത്സ്യം ഗണിച്ചു തന്നിരിക്കുന്നത് സെപ്റ്റംബർ 7 എന്ന തീയതിയാണ്. അതായത് ചിങ്ങമാസം 22. പിന്നെ ഒരു പ്രശ്നമുള്ളത് അന്ന് 1-ാം ഓണമാണ് എന്നതാണ്. ഓണത്തോട് ചേർന്നാണോ? 1-ാം കരയിൽ നിന്നെത്തിയ ചിലർ നെറ്റിച്ചുളിച്ചു. അതിനെന്താ, 1-ാം ഓണമല്ലേ ആകുന്നുള്ളൂ. വേറെ ചിലർ ഈ തീയതി തന്നെ മതി, ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴേക്കും ദത്തൻ അല്പം ഉറക്കെ പറഞ്ഞു. അതോടെ മറ്റുള്ളവർ നിശബ്ദരായി. അമ്മാവൻ വിവാഹ തീയതി കുറിച്ചതിൻ്റെ ഒരു കോപ്പി ദത്തന് കൈമാറി. പെണ്ണിനും ചെറുക്കനും എത്ര പൊരുത്തങ്ങളുണ്ടെന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു തങ്കത്തിന്. പൊരുത്തമൊന്നും നോക്കണ്ടെന്നും പിന്നീട് അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ ഇടവരുതെന്നും നിഷ്കർഷിച്ചത് ശ്രീജിത്ത് തന്നെയായിരുന്നു. അവന് ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല പോലും. അടുത്തതായി വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു. വധുവിൻ്റെ പക്ഷത്തു നിന്ന് ദത്തനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തിയത്. ആദ്യം ഭാനുമതിയെ തന്നെ. അഭിമാനത്തോടെ ഭാനുമതി ഏവരെയും ഒന്ന് നോക്കി. ആ ചടങ്ങും അവസാനിച്ചു. എങ്കിലിനി ആഹാരം കഴിച്ചാലോ? അമ്മാവൻ ദത്തനെ നോക്കി. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ദത്തൻ്റെ സ്വരം കേട്ട് തങ്കത്തിൻ്റെ പുരികം ചുളിഞ്ഞു. ഇനി എന്തു പറയാനാ? ചോദിച്ചത് കുസുമമാണ്. ഞങ്ങൾ പെണ്ണിനെ എന്തു കൊടുക്കുമെന്ന് നിങ്ങൾ അറിയണ്ടേ? ഈശ്വരാ, തങ്കം നിന്നുരുകി. ഞങ്ങൾ പെണ്ണിനെ മാത്രമേ ചോദിച്ചുള്ളൂ. കുസുമത്തിൻ്റെ ശബ്ദത്തിൽ നീരസം. അത് നിങ്ങളുടെ മാന്യത, ദത്തൻ സമ്മതിച്ചു. അയാൾ ഈ വിവാഹം മുടക്കുമെന്ന് തങ്കത്തിന് സംശയമായി. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ വല്ലതും കൊടുക്കുന്നെങ്കിൽ കൊടുത്തേക്കൂ, ഞങ്ങൾക്ക് വിഷയമല്ല, കുസുമം തീർത്തു പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വിഷയമാണ്. നാളെ ഇതൊരു പട്ടിണി കല്യാണം ആയിപ്പോയെന്ന് ആരും പറയാൻ പാടില്ല. അത് ഞങ്ങളുടെ അന്തസ്സിനെ ബാധിക്കും. ആരും മിണ്ടുന്നില്ല. അമ്മാവി, തങ്കം ഭാനുമതിയെ പതുക്കെ വിളിച്ചു. ദത്തൻ തുടർന്നു. നീയോ നടങ്ങ്. ഭാനുമതി കണ്ണടച്ച് കാണിച്ചു. ദത്തൻ തുടർന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അറിഞ്ഞിരിക്കണം. ഞങ്ങൾ പെൺകുട്ടിക്ക് 25 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷം രൂപയും കൊടുക്കും. ദൈവമേ, എവിടുന്ന് എടുത്തു കൊടുക്കാൻ? വിവശയായി തങ്കം കസേരയിൽ അള്ളിപ്പിടിച്ചു. ചതിക്കാനായിരുന്നു അപ്പോൾ ദത്തനും ചന്ദ്രികയും വന്നത്. അവർക്ക് തല ചുറ്റി. താനിപ്പോൾ തറയിൽ വീഴുമെന്ന് തങ്കത്തിന് ഉറപ്പായി. അവർ ദയനീയമായി മറ്റുള്ളവരെ നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ ദത്തനിലാണ്. അയാൾ പറയുന്നത് അങ്ങ് വിദൂരതയിലുള്ള ഏതോ ഗുഹയിൽ നിന്നെന്ന വണ്ണം തങ്കം കേട്ടു. സ്വർണം വിവാഹ സമയത്ത് മതിയല്ലോ, പക്ഷേ പണം അത് ഇപ്പോൾ തന്നെ തരികയാണ്. കേൾക്കുന്നത് സത്യമാണോ? വിശ്വസിക്കുവാനാവുന്നില്ല തങ്കത്തിന്. എവിടുന്ന് പണമെടുത്ത് കൊടുക്കാൻ? അപ്പോൾ ദത്തൻ ഭാര്യ ചന്ദ്രികയ്ക്ക് നേരെ കൈനീട്ടി. അതിങ്ങെടുക്ക്. ചന്ദ്രിക വേഗം തൻ്റെ വാനിറ്റി ബാഗ് തുറന്ന് ചതുരത്തിൽ പൊതിഞ്ഞ ഒരു കനത്ത കടലാസ് കെട്ട് എടുത്ത് ദത്തനെ ഏൽപ്പിച്ചു. 5 ലക്ഷം തികച്ചുണ്ട്. ദത്തൻ കെട്ട് ഉയർത്തി കാണിച്ചിട്ട് ശ്രീജിത്തിൻ്റെ അമ്മാവന് നീട്ടി. ഇതാ. പക്ഷെ അയാൾ മടിച്ചു നിന്നു. ശേഷം സങ്കോചത്തോടെ ശ്രീജിത്തിൻ്റെ നേർക്ക് കണ്ണയച്ചു. വാങ്ങിച്ച അമ്മാവാ, ഇത് നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ, സഖാവ് കരുണൻ പറഞ്ഞു. എന്നിട്ടും അമ്മാവൻ വാങ്ങിയില്ല. അപ്പോൾ ശ്രീജിത്ത് ഇടപെട്ടു. സ്ത്രീധനം വാങ്ങുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയില്ലെങ്കിൽ പരസ്പരം മുഷിച്ചിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ വഴങ്ങുന്നു. അമ്മാവൻ അത് വാങ്ങിയേരെ. അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ മുഖത്ത് തീരെ തെളിച്ചമില്ലായിരുന്നു. അമ്മാവൻ പണം വാങ്ങി. തങ്കം ശ്വാസം വലിച്ചു വിട്ടു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അടുത്തത് ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. 1-ാം കരയിൽ നിന്ന് വന്ന എല്ലാവരും ഇരുന്നു.
ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും, അത് കഴിക്കാത്തവർക്ക് കരിമീൻ ഉൾപ്പെട്ട വിഭവസമൃദ്ധമായ സദ്യ, പിന്നെ ഫ്രൂട്ട് സലാഡും, കുടിക്കാൻ കോളയും, കോള ഉപയോഗിക്കാത്തവർക്ക് 1/2 ലിറ്ററിൻ്റെ കുപ്പിവെള്ളം. സദ്യയും കഴിഞ്ഞു ചെറുക്കൻ്റെ പക്ഷത്തുള്ളവർ കൂടി കഴിച്ചതിന് ശേഷമാണ് ഒന്നാം കരയിൽ നിന്ന് വന്നവർ യാത്ര പറഞ്ഞത്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുക ആൻറ്റി. നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരാം. ചന്ദ്രിക തങ്കത്തോട് യാത്ര പറഞ്ഞു. അവളും ഭർത്താവുമാണ് ആദ്യം പോയത്. എന്നാലും ഞാൻ ഇങ്ങനൊന്നും കരുതിയില്ല കേട്ടോ തങ്കം, ഭാനുമതി പറഞ്ഞു. പണം ചെലവാക്കുന്ന കാര്യത്തിൽ ചന്ദ്രികയ്ക്കോ ദത്തനോ യാതൊരു മടിയുമില്ല. തങ്കം തലയാട്ടി. എല്ലാവരും ഒന്നാം കരയിൽ മടങ്ങിയെത്തി. ക്ഷണിക്കപ്പെട്ടവർ പല വഴിക്ക് പിരിഞ്ഞു. ദത്തൻ പണം നൽകിയതും 25 പവൻ ഓഫർ ചെയ്തതും ഭാനുമതിയാണ് ഗോപിദാസിനോടും പല്ലവിയോടും പറഞ്ഞത്. അവരും വിസ്മയാധീനരായി. പാടത്ത് ട്രാക്ടറിൻ്റെ ശബ്ദം കേട്ടു. ബാലു പുറത്തിറങ്ങി നോക്കി. പാടം ഉഴുതുമറിക്കുകയാണ്. 3 ട്രാക്ടറുകളുണ്ട്. 100 കണക്കിന് വെള്ളക്കൊക്കുകളും. ട്രാക്ടർ അടുത്ത് ചെല്ലുമ്പോൾ അവ പറന്നുയരുകയും വീണ്ടും യഥാസ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. പല്ലവിയുടെ വിവാഹം ഉറപ്പിച്ചതിൻ്റെ 3-ാം ദിവസം ദത്തനും ചന്ദ്രികയും വീണ്ടും വന്നു. വിവാഹത്തിന് ഇനി 20 ദിവസങ്ങളല്ലേയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്യിക്കണം, ക്ഷണിക്കണം, ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുക്കണം. പല്ലവി തയ്യാറാക്കി കൊടുത്ത ജ്യൂസ് കഴിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ചന്ദ്രിക. പെട്ടെന്ന് ഭാനുമതി പറഞ്ഞു, ആ ശ്രീജിത്ത് പല്ലവി മോളെ വിളിച്ച് പറഞ്ഞു പോലും പണം വേണ്ടായിരുന്നെന്ന്. അത് അവനല്ലല്ലോ തീരുമാനിക്കുന്നത്, നമ്മളല്ലേ. അവന് വേണ്ടെങ്കിൽ വേണ്ട, പല്ലവിയുടെ പേരിൽ ബാങ്കിലിട്ടോട്ടെ. അല്ല പിന്നെ, നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാ. ചന്ദ്രിക ഗ്ലാസ് മടക്കി നൽകി. എന്തായാലും എനിക്ക് അവന് ഇഷ്ടമായി, ദത്തൻ അറിയിച്ചു. ഈ കാലത്തും ഇത്തരം ചെറുപ്പക്കാരുണ്ടല്ലോ. അവൻ പല്ലവിയെ ശരിക്ക് സംരക്ഷിച്ചോളും. പല്ലവിക്ക് അത് കേട്ട് വല്ലാത്ത ആഹ്ലാദം തോന്നി. ചങ്ങനാശ്ശേരിയിൽ നിന്നാണോ അതോ ആലപ്പുഴയിൽ നിന്നാണോ ഡ്രസ്സ് എടുക്കുന്നത്? ഭാനുമതി ചോദിച്ചപ്പോൾ മറുപടി കേൾക്കാൻ പല്ലവിയും കാതോർത്തു. അവിടെയൊന്നുമല്ല, പറഞ്ഞത് ദത്തനാണ്. അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന്, തേനിയിൽ. അവിടെ ആനന്ദം എന്നൊരു കടയുണ്ട്. ഞാനും ചന്ദ്രികയും പോയിട്ടുണ്ട്. അവിടെ ഇവിടുത്തേതിൻ്റെ പകുതി വിലയേ ഉള്ളൂ. അവിടെ സെലക്ഷനുകൾ ഏറെയും നല്ല ക്വാളിറ്റിയുമുള്ള തുണിത്തരങ്ങൾ. തീരുമാനങ്ങൾ ദത്തനും ചന്ദ്രികയും സ്വയം എടുക്കുന്നതിനാൽ എതിർക്കാൻ ഗോപിദാസിനോ കുടുംബത്തിനോ കഴിഞ്ഞില്ല. അടുത്തു വരുന്ന ഞായറാഴ്ച തേനിക്ക് പോകാനും തീരുമാനമായി. വിവരം അന്ന് രാത്രിയിൽ പല്ലവി ശ്രീജിത്തിനെ ഫോണിലൂടെ അറിയിച്ചു. ഇവിടെ എങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കൂടി വന്നേനെ, അവ പറഞ്ഞു. ആ സാരമില്ല, കല്യാണപ്പുടവ എടുക്കുന്നത് ഞങ്ങളാണല്ലോ, അപ്പോൾ പല്ലവിയെ ഞങ്ങൾ കൂടെ കൂട്ടിക്കോളാം. അവൾക്കും സന്തോഷമായി. ഏറെ നേരം അവർ സംസാരിച്ചു. ഞായറാഴ്ച തങ്കം തേനിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നു. കാരണം തനിക്കും പോകണമെന്ന് ബാലു വാശി പിടിച്ചു. അവൻ ഇന്നേ വരെ ഇത്രയും അകലത്തിൽ യാത്ര ചെയ്തിട്ടില്ല, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ. പുലർച്ചെ 5 മണിക്ക് പല്ലവിയും ബാലുവും മാധവനും ഭാനുമതിയും തയ്യാറായി. ഓരോ കടുങ്കാപ്പി കുടിച്ചപ്പോഴേക്കും ചന്ദ്രികയുടെ ഫോൺ വന്നു. ഞങ്ങൾ ഇക്കരെ പാലത്തിനടുത്തുണ്ട്. ചിറയിലെ നേർത്ത മഞ്ഞിലൂടെ 4 പേരും ശീഘ്രം നടന്നു. സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ദത്തൻ്റെ എൻഡവർ കാർ കിടപ്പുണ്ടായിരുന്നു. അടുത്ത് ചെന്നപ്പോഴാണ് പല്ലവി കാണുന്നത്. ഡ്രൈവർ സീറ്റിൽ ഗൗതമാണ്. അവളൊന്ന് വിളറി. ഡ്രൈവർ സീറ്റിൽ ദത്തൻ ഉണ്ടായിരുന്നു. ചന്ദ്രിക ഡോറുകൾ തുറന്നു കൊടുത്തു. എല്ലാവരും പിറകിൽ കയറി കാർ നീങ്ങി. ചങ്ങനാശ്ശേരി എത്തിയപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങി. ബാലു കൗതുകത്തോടെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. ചങ്ങനാശ്ശേരി വരെ അവൻ വന്നിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അവന് പുത്തൻ കാഴ്ചകളായിരുന്നു. കുന്നുകളും റബ്ബർ എസ്റ്റേറ്റുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും, പിന്നെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളും. കാറിനുള്ളിൽ നിർത്താതെ സംസാരിക്കുകയായിരുന്നു ചന്ദ്രികയും ഭാനുമതിയും. ആദ്യമൊക്കെ നിശബ്ദയായി ഇരുന്നെങ്കിലും പല്ലവിക്കും അവർക്കൊപ്പം ചേരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗൗതം ഇടയ്ക്കിടെ പല്ലവിയോട് വിശേഷങ്ങൾ തിരക്കി. മറുപടി പറയാൻ തുടക്കത്തിൽ അവൾക്ക് സങ്കോചമുണ്ടായിരുന്നെങ്കിലും ക്രമേണ അതും മാറി. 7 മണിയായപ്പോൾ അവർ മുണ്ടക്കയത്തെത്തി. പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പിന്നിട്ടതോടെ കയറ്റത്തിന് തുടക്കമായി. നല്ല മഞ്ഞുണ്ടായിരുന്നു. മലമടക്കുകളിൽ വാഹനങ്ങളുടെ ശബ്ദം പ്രതിധ്വനിച്ചു. ബാലുവേ, നിനക്ക് ഈ മഞ്ഞത്ത് ഇറങ്ങി നിൽക്കണമെന്നുണ്ടോടാ? നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തണുപ്പാ. ഗൗതം പിന്നിലേക്ക് നോക്കി ചിരിച്ചു. അയ്യോ വേണ്ട. ഇപ്പോൾ തന്നെ അല്പം താഴ്ത്തിയിട്ട ഗ്ലാസ്സിലൂടെ കടന്നു വന്ന തണുത്ത കാറ്റ് കാരണം അവൻ്റെ പല്ലുകൾ കൂട്ടിയിടയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. കൊടും വളവുകൾ തിരിഞ്ഞ് മഞ്ഞിലൂടെ മാളത്തിൽ നിന്ന് പാമ്പുകൾ പുറത്തേക്ക് വരുന്നത് പോലെ ഹെഡ്ലൈറ്റുകളിട്ട് വാഹനങ്ങൾ എതിരെ വന്നു. വളഞ്ഞങ്ങാനം എത്താറായപ്പോഴേക്കും മഞ്ഞിൻ്റെ കാഠിന്യം അല്പം കുറഞ്ഞു. താഴെ നിന്ന് ചെല്ലുമ്പോഴേ വെള്ളസാരി തൂക്കിയിട്ടിരിക്കുന്ന പോലെ കുത്തിപ്പതിക്കുന്ന വെള്ളച്ചാട്ടം കണ്ടു. ഹായ്, എന്തു രസം, ബാലു പറഞ്ഞു പോയി. ആകാശത്തു നിന്നാണ് ആ ജലപാതയെന്ന് അവന് തോന്നി. മുന്നോട്ടടുക്കും തോറും വെള്ളച്ചാട്ടത്തിന് വലിപ്പം കൂടി വന്നു. റോഡിന് അപ്പുറം കുത്തിപ്പതിച്ച് അടിയിലെ വലിയ കലുങ്കിലൂടെ പാതാളത്തിലേക്ക് എന്നവണ്ണം താഴ്വരയിലേക്ക് പോകുകയാണ് ജലം. പാലത്തിനോട് ചേർന്നുള്ള വീതിയേറിയ ഭാഗത്ത് ഗൗതം എൻഡവർ ഒതുക്കി നിർത്തി. എല്ലാവരും ഇറങ്ങ, ഓരോ ചൂട് ചായ കുടിക്കാം. അവർ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് കടക്കും മുമ്പ് വണ്ടി നിർത്തി എല്ലാവരും ഭക്ഷണം കഴിച്ചു. കാർ ചെക്ക് പോസ്റ്റിലെത്തിയിരുന്നു. ഗാർഡ്
കാറിൻ്റെ അകത്തേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ക്രോസ് ബാർ ഉയർത്തി. കാർ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക്. അവിടെ വലതുഭാഗം ചേർന്ന് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഒരു നിരയായി പാർക്ക് ചെയ്തിരുന്നു. കമ്പം, തേനി, പഴനി, ഡിണ്ടിഗൽ, മധുര, അങ്ങനെ. തമിഴ്നാട്ടിൽ കടന്നതും അന്തരീക്ഷം പെട്ടെന്ന് മാറി. കാറ്റിന് പോലും വല്ലാത്ത ഒരു തരം ഗന്ധം. മുളകൾ തിങ്ങി നിൽക്കുകയാണ് റോഡിന് ഇരുവശത്തും. എവിടെയോ വെള്ളം പതിക്കുന്നതിൻ്റെ ഹുങ്കാരം. കാർ ചെക്ക് ഡാമിൽ നിന്ന് പതഞ്ഞിറങ്ങി വരുന്ന വെള്ളം കുത്തിയൊഴുകുന്ന ഇരശൽ പാലം പിന്നിട്ടു. താഴ്വരയിൽ നിന്ന് വാഹനങ്ങളുടെ പേടിപ്പെടുത്തുന്ന ഹോൺ. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ വലിപ്പം കണ്ട് ബാലുവിന് കണ്ണു തള്ളി. ചന്ദ്രികയുടെ മുഖത്ത് മാത്രം ഗൂഢമായ ഒരു മന്ദഹാസം ഉണ്ടായിരുന്നു. കുത്തിറക്കങ്ങളും കൊടുംവളവും പിന്നിട്ട് തമിഴ്നാടിൻ്റെ പവർ ഹൗസും കഴിഞ്ഞതോടെ നിരപ്പായ പ്രദേശമായി കിലോമീറ്ററുകൾ അകലെ വരെ കാണത്തക്ക വിധത്തിൽ നേർരേഖ കണക്കെ കിടക്കുന്ന റോഡ്. ഗൗതം ആക്സിലേറ്ററിൽ കാലമർത്തി. ഇത്രയും വേഗത വേണ്ട മോനെ, പിന്നിലിരുന്ന് ഭാനുമതി പറഞ്ഞു. ഗൗതം കാൽ അല്പം അയച്ചു. കേരളത്തിലെ റോഡിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു ആവേശം തോന്നിയതാ ആൻറ്റി. ബാലുവിന് പക്ഷേ വേഗത്തിൽ പോകുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. റോഡിന് ഇരുവശത്തും മാന്തോപ്പുകൾ പിന്നോട്ട് ഓടിമറിഞ്ഞു. എൻ്റെവർ കമ്പത്തോട് അടുക്കാറായി. നിറയെ തേങ്ങകളുമായി നിൽക്കുന്ന തെങ്ങുകൾ കണ്ട് മാധവൻ അത്ഭുതം കൂറി. എന്നാ വിളവ ഇവിടെ? ഇതിനൊരു ട്രിക്കുണ്ടാങ്കിലേ. ദത്തൻ തെങ്ങുകളിലേക്ക് കണ്ണയച്ചു. കൂടുതൽ കായ്ഫലം കിട്ടാനും ഉണ്ടാകുന്നവ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഇവർ ഹോർമോൺ ഇഞ്ചക്ഷൻ നൽകുന്നുണ്ട്. മാധവന് അത് പുതിയ അറിവായിരുന്നു. ഗൗതം തുടർന്നു. ഇവിടുത്തെ ഇളനീർ കഴിച്ചാലും അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നാ പറയാറ്. അതെയോ? മാധവൻ തെങ്ങുകളിലേക്ക് വെറുപ്പോടെ നോക്കി. അല്പം കഴിഞ്ഞപ്പോൾ കണ്ണത്തത്ത അകലത്തിൽ വരെ ഏതാണ്ട് 6 അടി ഉയരത്തിൽ നീളൻ പന്തലുകൾ കണ്ടു. അതിൽ എന്തോ പടർന്നു കിടക്കുന്നു. മുന്തിരിത്തോട്ടമാ അത്. ഗൗതം കൈ ചൂണ്ടി. മുന്തിരിയോ? ബാലുവിൻ്റെ കണ്ണുകളിൽ അത്ഭുതം. പല്ലവിയും മുന്തിരിത്തോപ്പ് ആദ്യം കാണുകയാണ്. മുന്നിൽ റോഡിന് ഇരുവശത്തും ഏതാനും കടകൾ. ഗൗതം എൻ്റെവർ ഒതുക്കി നിർത്തി. വേറെയും ഏതാനും വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആളുകൾ കടകൾക്ക് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ പറിച്ചുകൊണ്ടുവന്ന മുന്തിരികൾ വിൽക്കുന്ന കടകളായിരുന്നു അത്. ഒപ്പം മുന്തിരി വൈനുകളും മറ്റും. നാവിൽ വെള്ളം മൂറി നോക്കി നിന്നു ബാലു. ഗൗതം അവനെ ഒന്ന് തോണ്ടി. വാടാ. എല്ലാവരും റോഡിൻ്റെ വലതുഭാഗത്തുള്ള മുന്തിരിത്തോപ്പിലേക്കുള്ള പടവുകൾ ഇറങ്ങി. ഹായ്, ബാലു പറഞ്ഞു. എന്തു മുന്തിരിയാ? തലയിൽ തൊടുംവിധം തൂങ്ങിക്കിടക്കുകയാണ് പഴുത്തു പാകമായ ലക്ഷക്കണക്കിന് മുന്തിരിക്കുലകൾ. ബാലു കൊതിയടക്കുവാനാവാതെ കൈയുയർത്തി അതിലൊരു കുല അടർത്തിയെടുക്കുവാൻ ഭാവിച്ചു. പെട്ടെന്ന് ഗൗതം തടഞ്ഞു. വേണ്ട ബാലു. ദേ, ആ വടിയും പിടിച്ച് കുത്തിയിരിക്കുന്ന കാക്കി ഉടുപ്പിട്ട വൃദ്ധനെ കണ്ടോ? അവൻ കഴിച്ചുകൊണ്ടി. അയാൾ ഈ തോട്ടത്തിൻ്റെ കാവൽക്കാരനാ. ബാലു കൈ പിൻവലിച്ചു. പല്ലവി തൻ്റെ ഫോണിൽ മുന്തിരിത്തോപ്പിൻ്റെ പടം എടുക്കുകയായിരുന്നു. പിന്നെ ഫോൺ അവൾ ബാലുവിനെ ഏൽപ്പിച്ചിട്ട് തൻ്റെ വിവിധ പോസുകളിലുള്ള ഫോട്ടോ എടുപ്പിച്ചു. മുന്തിരിക്കുല കവിളിൽ മുട്ടി നിൽക്കുന്നത്, അതിൽ കടിക്കാൻ ആംഗ്യം കാണിക്കുന്നത്, അങ്ങനെ. ബാലു കുറേ സെൽഫിയും എടുത്തു. ദത്തൻ എല്ലാവരും കൂടി നിൽക്കുന്നതും. ഈ തോട്ടത്തിൽ ഇറങ്ങുന്നതിന് ഉടമസ്ഥർക്ക് സമ്മതമാണോ ദത്ത? ഭാനുമതിക്ക് സംശയം. പിന്നെ ഇതൊരു കച്ചവട തന്ത്രമല്ലേ? കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. മടങ്ങിപ്പോകുമ്പോൾ മിക്കവാറും എല്ലാവരും ഒരു പെട്ടി മുന്തിരിയെങ്കിലും വാങ്ങാതിരിക്കില്ല. അല്പനേരം അവിടെ ചിലവഴിച്ചു കഴിഞ്ഞ് അവരും തോപ്പിൽ നിന്ന് കയറി. മുന്തിരിക്ക് എന്താ വില? ദത്തൻ കച്ചവടക്കാരനോട് തിരക്കി. 60 രൂപ ഷാർ. അയാൾ വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ കാട്ടിച്ചിരിച്ചു. ഷാറോ? ബാലു പല്ലവിയെ നോക്കി. അവൾ അവൻ്റെ വാപ്പൊത്തി. തമിഴാടാ അത്. കേരളത്തിൽ മുന്തിരിക്ക് 80 രൂപയാണെന്ന് അറിയാമായിരുന്നു ഗൗതമിന്. അതുകൊണ്ട് 5 കിലോയുടെ ഒരു ബോക്സ് വാങ്ങി കടക്കാരൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് ബാലുവിന് നൽകുകയും ചെയ്തു. വീണ്ടും യാത്ര. കമ്പം ടൗണിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടം പിന്നിട്ടപ്പോൾ വീണ്ടും തിരക്കിന് കുറവായി. ചീറിപ്പായുന്ന വാഹനങ്ങൾ. വീരപാണ്ഡ്യ ക്ഷേത്രം കഴിഞ്ഞതോടെ പിന്നെയും തിരക്കേറി. തേനിയോട് അടുത്തപ്പോൾ വൺവേയിൽ 4ഉം 5ഉം വാഹനങ്ങളുടെ നിര. ട്രാഫിക് നിയമം നോക്കാതെ ഇടം വലം തിരിയുന്ന ഓട്ടോകൾ. തേനി ടൗണിൽ നിന്ന് വലത്തേക്ക് മധുര റോഡിലേക്ക് എൻ്റെവർ തിരിഞ്ഞു. ഏകദേശം 180 മീറ്റർ. റോഡിന് വലതുഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന 5 നില കെട്ടിടം. അതിനു മീതെ തമിഴിൽ ആനന്ദം എന്ന് എഴുതിയിരുന്നു. ഇരട്ടവരി പാത ആയതിനാൽ മുന്നിലെ ട്രാഫിക് പോസ്റ്റിൽ തിരിഞ്ഞ് റോഡിൻ്റെ വലതുവശം വരണമായിരുന്നു. ഇതും തുണിക്കടയല്ലേതാത്ത? ഇടതുവശത്തെ ഒരു വലിയ കെട്ടിടത്തിന് നേർക്ക് മാധവൻ കഴിച്ചുകൊണ്ടി. മറുപടി പറഞ്ഞത് ചന്ദ്രികയാണ്. ആന്നച്ചാ, ഗണപതി സിൽക്സ്. ഞങ്ങൾ പക്ഷേ സാധാരണ ആനന്ദത്തിലാണ് കയറാറ്. ഗൗതം വണ്ടി വലത്തേക്ക് വളച്ചെടുത്ത് ഇടതുവശം ചേർന്ന് മെല്ലെ വന്ന് ആനന്ദത്തിന് മുന്നിൽ നിർത്തി. ഒരു ഉത്സവപ്പറമ്പിലെ തിരക്കായിരുന്നു അവിടെ. ആടിസയില. ചന്ദ്രിക പിറുപിറുത്തു. ഇറങ്ങിക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. മറ്റുള്ളവർ ഇറങ്ങിയപ്പോൾ ഗൗതം എൻ്റെവർ മുന്നോട്ടെടുത്തു. പടികൾ കയറി അവർ വിശാലമായ റിസപ്ഷനിലെത്തി. എന്നെ വേണം സാർ? ഒരു തമിഴ് യുവതി മുന്നിൽ വന്നു. അത് മാധവൻ പരിങ്ങി.
അപ്പോഴേക്കും ആദ്യത്തെ യുവതിയുടെ അതേ യൂണിഫോം അണിഞ്ഞ് മറ്റൊരു വെളുത്ത യുവതി എത്തി. മലയാളികളാണ് അല്ലേ? അതെ. ഭാനുമതിക്ക് സന്തോഷമായി. ഇവിടുത്തെ കുറേ സ്റ്റാഫുകൾ മലയാളികളാ, ചന്ദ്രിക പതുക്കെ പറഞ്ഞു. വരണം സാർ. യുവതി മാധവനെ നോക്കി. സാർ. ആ വിളി മാധവനെ നന്നേ ബോധിച്ചു. ആദ്യമായാണ് ഒരാൾ തന്നെ സാർ എന്ന് വിളിക്കുന്നത്. മുന്നോട്ട് നീങ്ങിയ അവർ എക്സലേറ്ററിനടുത്തെത്തി. മുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന പടവുകളിൽ ആദ്യം കയറാൻ പോവുകയാണ് മാധവനും ഭാനുമതിയും ബാലുവും. ചന്ദ്രികയും പല്ലവിയും ദത്തനും ആദ്യം കയറി. എങ്ങനെയാണ് കയറേണ്ടതെന്ന് മറ്റുള്ളവർ നോക്കിക്കണ്ടു. എങ്കിലും മുകളിലെത്തി ഇറങ്ങാൻ നേരത്ത് ദത്തൻ മാധവനെ പിടിച്ചു നിർത്തി. അവർ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗൗതമും എത്തിച്ചേർന്നു. മാധവൻ, ഗോപിദാസ്, ബാലു അവർക്കുള്ള ഡ്രസ്സുകളാണ് ആദ്യം എടുത്തത്. ഷോപ്പിലെ തിരക്ക് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഭാനുമതി. തുടർന്ന് സ്ത്രീകളുടെ ഡ്രസ്സുകളുള്ള സെക്ഷനിലേക്ക് നീങ്ങി. ഇത് കൊള്ളാം. ചില തുണിത്തരങ്ങൾ ഗൗതം എടുത്ത് സ്വാതന്ത്ര്യത്തോടെ പല്ലവിയുടെ ശരീരത്തിൽ ചേർത്ത് പിടിച്ചു. പല്ലവിക്ക് അസ്വസ്ഥത തോന്നിയെങ്കിലും അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചില്ല. ചന്ദ്രിക മാത്രം അത് കണ്ട് ഊറിച്ചിരിച്ചു. തുണിത്തരങ്ങൾ തിരഞ്ഞെടുത്ത് പായ്ക്ക് ചെയ്തപ്പോഴേക്ക് 3 മണിയായി. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ബില്ല് എത്രയായി? ഭാനുമതി ദത്തനോട് തിരക്കി. ഓ, വെറും 60,000. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ 1.25 ലക്ഷമായേനെ, അയാൾ നിസ്സാരമട്ടിൽ പറഞ്ഞു. അത് ശരിയാണെന്ന് പല്ലവിക്ക് തോന്നിയിരുന്നു. ഇതിനിടെ അവൾ ആരും കാണാതെ കടയിലും പിന്നെ മുന്തിരിത്തോപ്പിലും നിൽക്കുന്ന തൻ്റെ സെൽഫി ഫോട്ടോകൾ ശ്രീജിത്തിൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിരുന്നു. വസ്ത്രങ്ങളടങ്ങിയ പാക്കറ്റുകൾ എല്ലാവരുടെയും കൈകളിലുണ്ടായിരുന്നു. കടയ്ക്ക് മുന്നിലെത്തിയപ്പോൾ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഗൗതം പോയി. 10 മിനിറ്റിനുള്ളിൽ അവൻ എൻഡോവറുമായി വന്നു. വണ്ടിയുടെ പിറകിൽ പാക്കറ്റുകൾ അടുക്കി ശേഷം എല്ലാവരും കയറി. വിശന്ന് വയറ് കരിയുന്നു, എന്തെങ്കിലും കഴിക്കണ്ടേ? ഗൗതം പല്ലവിയെ തിരിഞ്ഞു നോക്കി. പിന്നെ ഞാനങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. പറഞ്ഞത് ഭാനുമതിയാണ്. മുന്നോട്ട് അല്പം പോയിട്ട് എൻഡവർ വലത്തേക്ക് തിരിഞ്ഞു. ഹോട്ടൽ തേനി ഇൻ്റർനാഷണൽ. എത്ര അകലത്തിൽ നിന്നാലും ബോർഡ് കാണാം. അത്രമാത്രം ഉയരമുള്ള ബിൽഡിംഗ് ആയിരുന്നു അത്. പാർക്കിംഗ് ഏരിയയിൽ കാർ നിന്നു. നീല യൂണിഫോം ധരിച്ച വാച്ചർ വന്ന് ഡോറുകൾ തുറന്നു പിടിച്ചു. പുറത്തിറങ്ങിയ ബാലു അത്ഭുതത്തോടെ ചുറ്റും നോക്കി. ഇത്രയും വലിയ ഹോട്ടലിൽ അവൻ ആദ്യം കയറുകയാണ്. അതൊരു ബാർ ഹോട്ടലാണെന്ന് പല്ലവി കണ്ടു. അതോടെ അവളുടെ നെറ്റി ചുളിഞ്ഞു. വരൂ പറഞ്ഞിട്ട് ഗൗതം മുന്നിൽ സ്റ്റെപ്പുകൾ കയറി. ഒരു ക്യാബിനിൽ അവർ ഇരുന്നു. സപ്ലയർ വന്ന് ഓർഡർ കൊടുത്തു. മെനു കാർഡിൽ നോക്കി. തമിഴ് വിഭവങ്ങളുടെ പേര് പറഞ്ഞ് ഗൗതമാണ്. ഒരു പേര് പോലും ബാലുവിനോ പല്ലവിക്കോ മനസ്സിലായുമില്ല. സാർ 10 നിമിഷം പറഞ്ഞിട്ട് സപ്ലയർ പോയി. 10 മിനിറ്റ് എടുക്കും, വല്യച്ഛൻ വന്നേ. ഗൗതം മാധവനെയും ദത്തനെയും കൂട്ടി ക്യാബിൻ വിട്ടു. സ്മോൾ അടിക്കാനുള്ള പോക്കാത്. തനിക്ക് അതിനുള്ള അവസരമില്ലല്ലോ എന്ന നിരാശയുണ്ടായിരുന്നു ഭാനുമതിയുടെ ശബ്ദത്തിൽ. വീട്ടിൽ വെച്ച് മദ്യപിച്ച ശേഷം ദത്തൻ തന്നോട് പെരുമാറിയതാണ് പെട്ടെന്ന് ബാലു ഓർത്തത്. ആ മുഖത്തെ ഭാവപകർച്ച പല്ലവി ശ്രദ്ധിക്കുകയും ചെയ്തു. ഭക്ഷണം വെയിറ്റർ കൊണ്ടുവന്ന് മേശയിൽ നിരത്തിയപ്പോഴേക്കും മാധവനും ദത്തനും ഗൗതമും മടങ്ങിയെത്തി. ക്യാബിനിൽ മദ്യത്തിൻ്റെ നേർത്ത ഗന്ധം പരന്നു. ചന്ദ്രിക ഗൗതത്തെ രൂക്ഷമായി ഒന്ന് നോക്കി. അവനൊരു പ്രത്യേക ആംഗ്യം കാണിച്ചു ചിരിച്ചു. അമ്മ ഇങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാൻ ലിക്കർ തൊട്ടതുപോലുമില്ല. അച്ഛനും വല്യച്ഛനും വാങ്ങിക്കൊടുത്തു, അത്രമാത്രം. ചന്ദ്രിക അമർത്തി മൂളി. ഞാൻ വിചാരിച്ചു നീയും കുടിച്ചെന്ന്. കുടി നിർത്തിയിട്ട് ഇപ്പം 6 മാസമായല്ലോ. പറഞ്ഞിട്ട് ഇടം കണ്ണിട്ട് ചന്ദ്രിക പല്ലവിയെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഭക്ഷണത്തിൻ്റെ രുചി നോക്കുകയാണ് അവൾ. എന്നാൽ ഗൗതമും അല്പം കഴിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. 4:30 അവർ മടക്കയാത്ര ആരംഭിച്ചു. നല്ല ചൂടുണ്ടായിരുന്നതിനാൽ ഗ്ലാസുകൾ ഉയർത്തി എൻഡവറിലെ AC പ്രവർത്തിപ്പിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം തിങ്ങി. പല്ലവിക്ക് ഓക്കാനം വന്നു. ചന്ദ്രിക അത് മനസ്സിലാക്കി. ഗൗതം ഗ്ലാസുകൾ താഴ്ത്ത്. ചാരായത്തിൻ്റെ നാറ്റം കൊണ്ട് ഇതിലിരിക്കാൻ വയ്യ, അവൾ പറഞ്ഞു. ഗൗതം അനുസരിച്ചു. ചൂടുകാറ്റ് അകത്തേക്ക് അടിച്ചു കയറിയെങ്കിലും പല്ലവിക്ക് അത് വല്ലാത്ത ഒരു ആശ്വാസമായിരുന്നു. മടക്കയാത്രയിൽ അവർ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീടുള്ള യാത്രയിൽ ബാലു ഉറക്കത്തിലേക്ക് വഴുതി വീണു. 1-ാം കരയിലെത്തിയപ്പോൾ അവനെ വിളിച്ചു നിർത്തുകയായിരുന്നു പല്ലവി. തങ്ങളുടെ വസ്ത്രങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി കവറുകൾ ചന്ദ്രിക പല്ലവിയെ ഏൽപ്പിച്ചു. അവൾക്ക് മാത്രം അതുമായി പോകുക ബുദ്ധിമുട്ടായിരുന്നു. മാധവനും ഭാനുമതിയും ബാലുവും കൂടി ഏതാനും കവറുകൾ വാങ്ങി. അവർ പുത്തനാറിന് കുറുകെയുള്ള പാലം കയറുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഗൗതം എൻഡവർ മുന്നോട്ടെടുത്തു. അപ്പോൾ ചന്ദ്രിക ദീർഘമായി നിശ്വസിച്ചു. അങ്ങനെ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും കഴിഞ്ഞു. അവൾ ചിരിച്ചു. കഥ തുടരും.